ഇന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോ പീസ് ബ്രെഡും ഇതുപോലെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട വേണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഓരോ പീസ് ബ്രെഡും ആദ്യം മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് പീസ് എല്ലാം മുട്ടയുടെ കൂട്ടിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. മുഴുവനായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ പീസ് ബ്രെഡും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസ് ബ്രെഡിൻ്റെ മുകളിലേക്കും കുറച്ച് മയനൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഈസിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.